സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഓപ്പൺ എഐയുടെ ഒരു പുതിയ ഫീച്ചറിനെ കുറിച്ചാണ്. നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചാറ്റിംഗ് ടിപിയിലെ ഡീപ്പ് റിസർച്ച് റിപ്പോർട്ടുകൾ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നത്. ഒറ്റനോട്ടത്തിൽ ഇതൊരു ചെറിയ കാര്യം പോലെ തോന്നാം, അല്ലേ? തോന്നാം. പക്ഷെ പ്രൊഫഷണൽ ലോകത്ത് ഇതിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി നോക്കാം. എന്തുകൊണ്ട് ഓപ്പൺ എഐ ഈ ഒരു മാറ്റം കൊണ്ടുവന്നു, എന്തായിരിക്കും അവരുടെ പ്ലാൻ എന്നൊക്കെ. ശരിയാണ്. ആദ്യം ഈ ഡീപ്പ് റിസർച്ച് ഫീച്ചർ എന്താണെന്ന് ഒന്നുകൂടെ ഓർക്കാം. അതായത് കുറേ ഓൺലൈൻ സോഴ്സുകൾ നോക്കി ChatGPT ഒരു വിശദമായ റിപ്പോർട്ട് ഉണ്ടാക്കി തരും. അതെ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് പ്രൊഫഷണലായിട്ട് ഷെയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കോപ്പി പേസ്റ്റ് ചെയ്താൽ അതെ, കോപ്പി പേസ്റ്റ് ചെയ്താൽ ഫോർമാറ്റിംഗ് ശരിയാവില്ല, ലിങ്കുകൾ വർക്ക് ചെയ്യില്ല, പിന്നെ ചിത്രങ്ങൾ കിട്ടില്ല. ഇതൊക്കെ ഒരു തടസ്സമായിരുന്നു, ശരിയല്ലേ? ശരിയാണ്. ഇവിടെയാണ് ഇതിന്റെ ഒരു ഗൗരവം വരുന്നത്. പ്രത്യേകിച്ച് ഈ നിയമം, ഫിനാൻസ്, ഹെൽത്ത് കെയർ ഒക്കെ നോക്കുമ്പോൾ അവിടെ വിവരങ്ങൾ എവിടുന്ന് കിട്ടിയെന്ന് കൃത്യമായി കാണിക്കണം. ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന സൈറ്റേഷനുകൾ അത് നിർബന്ധമാണ്. വെറുതെ ഒരു ചാറ്റ് ലോഗ് കൊടുത്താൽ പോരാ, അതിന് ആധികാരികത കുറവായിരുന്നു. നിയമപരമായും പ്രശ്നമാണ്. അപ്പോ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഓപ്പൺ AI 2025 മെയ് 12 ഈ പുതിയ സൗകര്യം അനൗൺസ് ചെയ്തത്. അതെ, ഡീപ്പ് റിസർച്ച് റിപ്പോർട്ടുകൾ പഴയതായാലും പുതിയതായാലും ഒറ്റ ക്ലിക്കിൽ PDF ആയി ഡൗൺലോഡ് ചെയ്യാം. അതാണ്. അപ്പോൾ ഈ PDF-ൽ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ നല്ല ഫോർമാറ്റിംഗ് ഉണ്ടാവും, ഹെഡിങ്സ്, പാരഗ്രാഫ്, ലിസ്റ്റ് ഒക്കെ കൃത്യമായിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ട്, പിന്നെ ചിത്രങ്ങള്, ടേബിളുകൾ, ഇതൊക്കെ ഉണ്ടാവും. ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്ലിക്ക് ചെയ്യാവുന്ന സൈറ്റേഷനുകൾ. അതെ, ആ സൈറ്റേഷനുകളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതുവെച്ചാണ് നമ്മൾ ആ ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യുന്നത്, അല്ലേ? ശരിയാണ്. നിയമപരമായ കാര്യങ്ങൾക്ക് അത് കൂടിയേ തീരും. പിന്നെ റിപ്പോർട്ടിന്റെ ഒരു വിശ്വാസ്യത അതും കൂടും. ഈ ഫീച്ചർ ഇപ്പോ ആർക്കൊക്കെയാ കിട്ടുന്നത്? ഇപ്പോ പ്ലസ്, ടീം, പ്രോ യൂസേഴ്സിനാണ് കിട്ടുന്നത്. ഓക്കെ, പെയ്ഡ് പ്ലാനുകൾക്ക്? അതെ, എന്റർപ്രൈസ് എഡ്യൂക്കേഷൻ പ്ലാനുകളിലേക്ക് ഉടനെ വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് എല്ലാവർക്കും ഒരുമിച്ചല്ല കിട്ടുന്നത്, പതുക്കെ റോൾ ഔട്ട് ചെയ്തു വരികയാണ്. അപ്പോ ഇതൊരു ചെറിയ ടെക്നിക്കൽ അപ്ഡേറ്റ് മാത്രമാണോ, അതോ ഇതിനപ്പുറം എന്തെങ്കിലും? അല്ല, ഇതിന് അങ്ങനെ കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ AI ഉണ്ടാക്കുന്ന ഈ കണ്ടെത്തലുകളും നമ്മൾ സാധാരണ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റുകളും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ശരിയാണ്. ആ ഗ്യാപ്പാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. റിപ്പോർട്ട് കിട്ടിയാൽ പിന്നെ അധികം പണിയൊന്നും ഇല്ലാതെ നേരിട്ട് ഷെയർ ചെയ്യാം. ആ ലാസ്റ്റ് മൈൽ പ്രോബ്ലം എന്നൊക്കെ പറയില്ലേ, അതിനൊരു പരിഹാരമാണിത്. ബിസിനസ്സുകൾക്ക് ഇതെങ്ങനെ ഗുണം ചെയ്യും? പല രീതിയിൽ ചെയ്യും. ഒന്ന്, ലീഗൽ സൈഡ്. വിവരങ്ങളുടെ ഉറവിടം വ്യക്തമായതുകൊണ്ട് ആ ഓഡിറ്റ് ട്രെയിൽസ് ഈസിയാണ്. അത് പ്രധാനമാണല്ലോ. 2, സമയം ലാഭിക്കാം, കാര്യക്ഷമത കൂടും, റിപ്പോർട്ട് വീണ്ടും ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 3, ഈ ഗാർട്ട്നർ പോലുള്ളവരൊക്കെ പറയാറുള്ള ഒരു പ്രശ്നമുണ്ട്, വർക്ക് ഫ്ലോ ഡിസ്റപ്ഷൻ. അതായത് പുതിയ ടൂൾസ് നമ്മുടെ സാധാരണ ജോലി രീതിയുമായി ചേർന്ന് പോകാത്ത അവസ്ഥ. അതിനൊരു പരിധിവരെ ഇത് പരിഹാരമാണ്. ആളുകൾക്ക് AI ടൂൾസ് ഉപയോഗിക്കാൻ ഒരു മടി കാണില്ല. അപ്പോൾ ഇത് ഓപ്പൺ എഐയുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം കൂടിയാണോ? തീർച്ചയായും. മോഡൽ എത്ര മികച്ചതാണെന്നതിനോടൊപ്പം തന്നെ അത് എത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നതിലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ നിർത്താം.